മറയൂർ ടൗണിൽ കാട്ടുപോത്തിന്റെ പരാക്രമം. ടൗണിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കയറിയ കാട്ടുപോത്ത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങി. ഓഫീസിനുള്ളിലെ സാധന സാമഗ്രികളും തകർത്തു. ടൗണിലെ ഹോട്ടലിലേക്ക് ഓടിക്കയറിയ കാട്ടുപോത്ത് ഹോട്ടലിനുള്ളിലും നാശം വരുത്തി. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മറയൂരിൽ 2 പേർക്ക് പരിക്കും സംഭവിച്ചു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം നടന്നത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു കാട്ടുപോത്ത് മറയൂർ ടൗണിലേക്ക് എത്തിയത്. തുടർന്ന് കാട്ടുപോത്ത് പഞ്ചായത്ത് ഓഫീസിനുള്ളിലേക്ക് ഓടിക്കയറി. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ക്യാബിനുള്ളിൽ അകപ്പെട്ട കാട്ടുപോത്ത് ഓഫീസിനുള്ളിൽ ഉണ്ടായിരുന്ന സാധന സാമഗ്രികൾ നശിപ്പിച്ചു. ഓഫീസിനുള്ളിൽ നിലയുറപ്പിച്ച കാട്ടുപോത്തിനെ വനവകുപ്പിന്റെയും നാട്ടുകാരുടെയും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പഞ്ചായത്തിന് ഓഫീസിനുള്ളിൽ നിന്നും പുറത്തിറക്കി. തുടർന്ന് ടൗണിലെ ഒരു ഹോട്ടലിനുള്ളിലേക്ക് കാട്ടുപോത്ത് പാഞ്ഞു കയറി. ഹോട്ടലിനുള്ളിലും കാട്ടുപോത്ത് നാശം വരുത്തി. പിന്നീട് ഏറെ പണിപ്പെട്ട് കാട്ടുപോത്തിനെ ഹോട്ടലിനുള്ളിൽ നിന്നും തുരത്തി. പിന്നീട് കാട്ടുപോത്ത് ടൗണിൽ നിന്നും പിൻവാങ്ങി. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മറയൂരിൽ 2 പേർക്ക് പരിക്ക് സംഭവിച്ചു. കുമ്മിട്ടംകുഴി ആദിവാസി ഉന്നതിയിലെ 2 സ്ത്രീകൾക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിലും ഹോട്ടലിലും കയറിയ അതേ കാട്ടുപോത്താണ് പരിക്കേറ്റവരെ ആക്രമിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് മറയൂർ ടൗണിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. പഞ്ചായത്തിലെ ഫയലുകളെല്ലാം പ്രതിഷേധത്തെ തുടർന്ന് മറയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. വേനൽ കനത്തതോടെ മറയൂർ മേഖലയിൽ വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.